അപ്പോൾ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ് എഡി ഗെയിമർ. ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ എപ്പിസോഡ് 1 ഞാൻ യൂട്യൂബിനകത്ത് അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് എപ്പിസോഡ് നമ്പർ 2. അപ്പോൾ അന്ന് കളിച്ച് നിർത്തിയപ്പോൾ ഞാൻ ഇവിടെ ആയിട്ടൊരു വീട് പണിയുന്നതാണ് വെച്ചുകൊണ്ടിരുന്നത്. പിന്നെ എന്നിട്ട് കളിച്ച് കഴിഞ്ഞിട്ട് സ്ക്രീൻ റെക്കോർഡിങ് ഓഫാക്കി കഴിഞ്ഞതിന് ശേഷം തോന്നിയപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇവിടെ ആയിട്ട് ഒരു വീട് വെക്കാമെന്ന് അപ്പോഴാണ് എനിക്ക് തോന്നിയത്. അപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് അത് ഓഫാക്കി കഴിഞ്ഞ ശേഷം ഒരു മണ്ണും കൊണ്ടൊരു വീടുണ്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ കോലം കണ്ടു കഴിഞ്ഞാൽ ഇത് ചിരി വരും. ഞാൻ കുറേ അവിടെ മൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചിരുന്നു നിങ്ങൾക്ക്. മൈനിങ് ചെയ്തൊരു സ്ഥലമുണ്ട്. അവിടെ നിന്ന് ഇത്രയും കഷ്ടപ്പെട്ട് കുറേ നേരം ഓഫാക്കി കഴിഞ്ഞ ശേഷം കുറേ നേരം കുത്തിയിരുന്ന് മൈനിങ് ചെയ്തിട്ട് ആണ് ഇത്രയും വലുതാക്കി ഉണ്ടാക്കി വെച്ചിരുന്നത്. ഇവിടെ മൈനിങ് ചെയ്തിടും മറിഞ്ഞു സ്ഥലം ഞാൻ മറന്നു പോയോന്ന് ചെറിയ ഡൗട്ട് വരുന്നുണ്ട് എനിക്ക് ഗൈസ്. ഇല്ല അവിടെ ഉണ്ട്. ഇവിടെ നിന്നാണ് ഞാൻ മൈന് ചെയ്തെടുത്ത് കൊല കണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് കുറേ ബ്ലോക്ക് മൈനിങ് ചെയ്തെടുത്തിട്ട് എനിക്ക് വേണമെങ്കിൽ ഞാൻ വില്ലേജസിൻ്റെ അടുത്തോട്ട് പോയിരുന്നു. അവിടുത്തെ കോട്ട നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നില്ലായിരുന്നു. ഞാൻ അവിടെ പോയി നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ ആരും ഇല്ലെന്ന്. ഞാൻ കുറച്ച് ദൂരം നിന്നിട്ട് ഞാൻ നോക്കി. അപ്പോൾ ഉണ്ട് അവിടെ കുറേ വില്ലേജസ് ഉണ്ട്. ഞാനാണെങ്കിൽ പിന്നെ അവിടെ നിന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് ഓടി വന്നു. വൈകിട്ട് എന്നെ കണ്ടില്ല. ഞാൻ അവിടെ ദൂരെ നിന്നിട്ട് നോക്കി. എൻ്റെ പൊന്നോ, അത് ഞാൻ അടുത്ത എപ്പിസോഡിനകത്ത് ഞാനത് നോക്കട്ടെ അതെന്താ കാട്ടാൻ പറ്റുമെന്ന്. എനിക്കൊന്ന് നോക്കണമല്ലോ. വില്ലേജിൻ്റെ അടുത്ത് വില്ലേജ്. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ ഈ വില്ലേജിനോട് ഫ്രണ്ട്സ് ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതുവഴി ഒരു അയൻകോളം പോകുന്നതും ഞാൻ കാണുന്നുണ്ട്. ഞാൻ പറയുമ്പോൾ കുറേ അയൻകോളത്തിനുണ്ടാക്കിയിട്ട് അവരുടെ മുമ്പിൽ വെച്ചങ്ങ് ഉണ്ടാക്കി വിട്ട് കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ല. അതേ മരത്തിൻ്റെ കട്ട നമുക്ക് ഗൈസ്. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞത് എനിക്കൊരു വീടുണ്ടാക്കണമെന്നായിരുന്നു. അപ്പോൾ അതിനുള്ള ബ്ലോക്ക് ഞാൻ മൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇതുണ്ട്, മഡുണ്ട്. പിന്നെ അതൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഇതൊക്കെ നമുക്ക് എടുത്തേക്കാം. പിന്നെ ഞാനിത് പൊളിച്ച് കഴിഞ്ഞിട്ട് ഇതൊക്കെ എടുത്തിട്ട് ഈ പെട്ടിനകത്ത് ഇട്ട് വെച്ചിട്ട് കാര്യമൊന്നുമില്ല. ഈ പെട്ടി ഇത് പൊട്ടിക്കുമ്പോൾ നമ്മളെ കയ്യിലോട്ട് വരും. എല്ലാ സാധനവും താഴോട്ട് വരും. പെട്ടിനകത്ത് എന്താ കാണിക്കാം. അന്ന് നമുക്ക് കിട്ടിയ സാധനങ്ങളാണ്. പിന്നെ ഇനിയിപ്പോൾ ഇതൊക്കെ ഈ ബെഡ് പറിച്ചെടുക്കണം. ഓക്കെ, ബെഡ് എടുത്ത് ഇത് പൊട്ടിച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടെ താഴോട്ട് വരും. അതാണ് പ്രശ്നം. രാത്രി ആയി കഴിഞ്ഞാൽ ബെഡിട്ട് കിടക്കണം. ഇതങ്ങ് പൊട്ടിച്ചേക്കാം. ഇതിങ്ങനെ പൊട്ടിക്കണ്ട. അതങ്ങനെ എന്തായാലും പണിയാവും. കുറേ നേരം ആവും കേട്ടോ. കിട്ടിയാൽ മതി. വീണല്ലോ, എല്ലാം കൂടെ വീണല്ലോ. ഇതിൻ്റെ അകത്തുനിന്നാ മതിയോ? എല്ലാം പൊട്ടി കയ്യിൽ വെച്ചിട്ടുണ്ട് ഗൈസ്. ഒരു കഥ ഉണ്ടാക്കിയിരുന്നു. മരം മുട്ടിട്ട് ഇതൊക്കെ എന്നാൽ ഇപ്പം ഞാൻ പറഞ്ഞു തന്നുണ്ട്. എന്തായാലും അതെന്താണ് ഇങ്ങനത്തെ ചെറിയ പോലെ വെച്ചാൽ അമ്മത്തേക്ക് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇതാക്കിയത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇന്നേ രാത്രി വീഡിയോ ഉണ്ടായിരുന്നു. ഇന്നേ രാത്രി സമയം കിട്ടാത്തതുകൊണ്ട് എന്നാണ് വീഡിയോ ഇടുന്നത്. പിന്നെ ഇതൊക്കെ ഞാൻ എൻ്റെ പേരിനെ ഞാൻ മറന്നു കേട്ടോ ഗൈസ്. ഇത് ടോർച്ചാണ്, ലൈറ്റ്. പക്ഷേ ഇതുകൊണ്ടൊരു സാധനം കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. കോളും എന്തുകൊണ്ട് വെച്ചതാണ് ഇത് ഉണ്ടാക്കുന്നത്. ഞാൻ ആ പേര് പറഞ്ഞു. ഇതൊക്കെ ഇനിയിപ്പോൾ പറിച്ചെടുത്തിട്ട് പുതിയ വീടിൻ്റെ തുടങ്ങും ഗൈസ്. ഞാൻ എത്ര കഷ്ടപ്പെട്ട് ചെയ്ത് സ്റ്റോണൊക്കെ ഉണ്ടാക്കിയിരുന്ന അതിന് വേണ്ടി. അപ്പോൾ ഇനി ഈ വീട് പൊളിച്ചിട്ട് നമുക്ക് കാണാം ഗൈസ്. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യൂ. വെയിറ്റ് ചെയ്യണ്ട, ഞാനത് ഇതിനകത്ത് കട്ടാക്കിക്കോളാം. ഞാനത് ഈ വീടൊന്ന് പൊളിച്ചിട്ട് എന്നിട്ട് കാണാം ഗൈസ്. അപ്പോൾ ഗൈസ് അത് ഇത്രയും ബ്ലോക്ക് ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കിയും കൂടെ ഒന്ന് പൊട്ടിക്കണം. മെല്ലെ ഞാൻ എടുത്തോണ്ടിരിക്കുക. അപ്പോൾ നിങ്ങളെ കാണിക്കാൻ വെച്ചിട്ട് ഞാനത് ഇതാക്കണം. എല്ലാ കാര്യങ്ങളും ഒരു ശാപം ഉണ്ടായി. എൻ്റെ വുഡ് മൊത്തം കഴിഞ്ഞു. ഇല്ലായിരുന്നെങ്കിൽ ശവനം ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ പൊളിച്ചെടുത്തിട്ട് പിന്നെ നമുക്ക് അടുത്ത വീടിൻ്റെ തറപ്പണി ഉണ്ടാക്കി കഴിഞ്ഞ ശേഷമാണ് മരത്തിന് ആവശ്യം കുറേ വരും. മരത്തിന് ശേഷം ഓക്കെ, അങ്ങനെ ഇത് മൊത്തം കംപ്ലീറ്റ് ആയി. എന്തോരം ഉണ്ടായെന്ന് അറിയോ? ഇനിയിപ്പോൾ ആവശ്യമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ മരമാണ് ഗൈസ്.
ഇനി നമുക്ക് ആദ്യം തറ അങ്ങിടാം. അപ്പോൾ നമുക്ക് ഇപ്പം എന്താ കാട്ടുക, ബാക്കിലോട്ടേക്ക് കുറച്ച് പൈസ നമുക്ക് വീട് പണി കഴിഞ്ഞിട്ടാവാം. അപ്പം ആദ്യം തറ ഇടേണ്ടത് ഇവിടെ നിന്ന് അങ്ങ് തുടങ്ങാം. ഇവിടെ നിന്ന് 4 അടി മാറ്റി വെച്ചിട്ട് അല്ലെങ്കിൽ 3, 1, 2, 3, 4 4 ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ട് അല്ലെങ്കിൽ 3 ഇവിടെ അങ്ങോട്ടേക്ക്. ഓക്കെ ഗൈസ്, ഇവിടെ 1, 2 ബാലൻസ് അങ്ങോട്ട് സ്ഥലം വേണം. ഇനി ഇങ്ങോട്ട് 1, 2, 3 അയ്യോ എന്തിയേ ഓക്കെ. അപ്പോൾ ഇനിയിപ്പോൾ ഇതിങ്ങോട്ട് തന്നെ തിരിച്ചു വെച്ചേക്കാം ഗൈസ്. എത്ര എണ്ണം? 1, 2, 3, 4, 5, 6 മതിയോ ഗൈസ്? നിങ്ങളും നോക്കട്ടെ. 7, 8 പിന്നെ ഇങ്ങോട്ടേക്ക് 1, 2, 3, 4, 5, 6, 7, 8 ഇനി ഇങ്ങോട്ട് 1, 2, 3, 4, 5, 6, 7 മതി അല്ലേ? നോക്കട്ടെ വീതി ഉണ്ടോ നോക്കുക. ഓ ഉണ്ടല്ലോ അല്ലേ. ഓർമ്മ കൂടി ഇവിടെ കൂട്ടെടുത്താൽ 1 ഇവിടെ, ഇനി 1, ഇവിടെ 1, ഇവിടെ 1, ഇവിടെ 1. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താ ഓർക്കണ്ടായല്ലോ, ഇത് വേറെ മരി ബ്ലോക്കാണ് ഗൈസ്. ഇത് വേറെ മരത്തെ ബ്ലോക്കാണ്, ഇതും വേറെ മരത്തെ ബ്ലോക്കാണ് ഗൈസ്. അപ്പോൾ ഇതിങ്ങനെ ഇടുക. പിന്നെ അതിൻ്റെ തറ അങ്ങ് ഇട്ടേക്കാം ഗൈസ്. തറ വന്നിട്ട് നമുക്ക് അങ്ങ് ഇട്ടേക്കാം ഗൈസ്. അതിന് മുന്നേ ഞാൻ കുറച്ചും കൂടെ ബ്ലോക്ക് വേറെ മെയിൻ ചെയ്തിട്ട് വരാം. അപ്പോൾ അതുവരെ അപ്പോൾ ഞാൻ ആ ബ്ലോക്ക് എടുത്തിട്ട് വന്നിട്ട് ബാക്കി നമുക്ക് പരിപാടി കാട്ടാം ഗൈസ്. ഇപ്പോൾ ബ്ലോക്ക് എടുത്തിട്ട് അപ്പോൾ ഈ മറ്റേ കല്ല് കൊള്ളത്തിലായിരുന്നു. അപ്പം ഞാൻ എന്തൊക്കെയാണ് അത് മൊത്തം മെയിൻ ചെയ്ത് കളഞ്ഞിട്ട് എന്നിട്ട് ഇവിടെ ഇതേമാതിരി ഇട്ടാണ്. ഞാൻ ഈ അടിത്തറ ഇടാൻ നേരത്താണ് എന്താ വീഡിയോൻ്റെ കാര്യം ഓർത്തത്. ഞാൻ കുറച്ചിട്ട് പോയി. എന്തായാലും നമുക്ക് ബാക്കി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാനത് 10 ആക്കിയിട്ടുണ്ട് വീതി. എന്താ വെച്ചാൽ നേരത്തെ 8 ആയിരുന്നു, ഞാനതിന് 9 മാറ്റി. പിന്നെ ഇപ്പോൾ 10 കൺവേർട്ട് ചെയ്തു. എന്താ വെച്ചാൽ 10 ഇല്ലെങ്കിൽ ഡോറിന് 2 ഡോർ വെക്കാനുള്ള സ്പേസ് ഇവിടെ കിട്ടത്തില്ല. അതുകൊണ്ട് അങ്ങനെ ആക്കി. ഇനിയിപ്പോൾ ഇവിടെ അങ്ങ് അടിത്തറ അങ്ങ് ഇട്ടങ്ങ് ഇട്ടേക്കാം. 1 അതിനിപ്പോൾ എണ്ണണ്ടല്ലോ, കറക്റ്റായിട്ട് അങ്ങ് ഇട്ടാൽ മതി. ഇങ്ങനെ ഇട്ടിട്ടിട്ടിട്ട് എനിക്ക് തോന്നുന്നില്ല ഇന്ന് ലോങ് വീഡിയോ ആകുമെന്ന് ചെറിയ ഡൗട്ടുണ്ട്. കുറേ ഉള്ള മാതിരി തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഷോർട്ടാക്കണം. അയ്യേ, അപ്പം ഞാൻ ഇതിനപ്പോൾ ഡോറ് വെക്കാനുള്ള സ്പേസ് വെച്ചാടെ. അത് കുഴപ്പമില്ല. ഇനി നമ്മൾ പിന്നെ ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം വീണ്ടും മൈനൊന്നും എനിക്ക് ചെയ്യാൻ വയ്യ. അതുകൊണ്ട് അങ്ങനെ തന്നെ കിട്ടും. ഇവിടെ ഇങ്ങനെ മൊത്തം ഇട്ട് കഴിഞ്ഞാൽ ചെറിയ ഡൗട്ട് എന്താ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറയുമ്പോൾ ഗൈസ് ഇവിടെ ആയിട്ട് ഇത് വരും സൈഡ് ഭിത്തി. പിന്നെ ഇവിടെ ആയിട്ട് സൈഡ് ഭിത്തി വരും. ഇവിടെ സൈഡ് ഭിത്തി വരും, അവിടെ സൈഡ് ഭിത്തി വരും. 1 ഓക്കെ, ഇത് കൂട്ടണം. ഇനി 1, 2, 3, 4, 5, 6, 7, 8 വരുന്നുണ്ട്. അപ്പോൾ 8ൻ്റെ പകുതി 4. 1, 2, 3, 4. ഇവിടുത്തെ ഈ 2 ബ്ലോക്ക് നമുക്ക് മൈൻ ചെയ്യാം ഗൈസ്. നമുക്ക് പിന്നെ ആക്കാം. ഇപ്പോഴത്തേക്ക് നൈറ്റ് ആവുന്നുണ്ട്, പെട്ടെന്ന് വിട്ടിട്ട് കിടക്കാം. അതാണ് നല്ലത്. ഇവിടെ വീണോട്ട് നൈറ്റ് ആകുമ്പോൾ കറക്റ്റ് കൃത്യം നൈറ്റ് ആയി കഴിഞ്ഞാൽ അപ്പം അതുകൊണ്ട് സോംബി ഒന്നും വരത്തില്ല ഗൈസ്. ഞാൻ ഇതിലോട്ട് നൈറ്റിലോട്ടേക്ക് പോയിട്ടില്ല. അതിന് മുന്നേ തന്നെ ഞാൻ സർവൈവ് ചെയ്യും. അതുകൊണ്ട് എനിക്ക് നൈറ്റിലേക്ക് സോംബിനൊന്നും കൊല്ലേണ്ട ആവശ്യം വന്നിട്ടില്ല. സോംബി ഇങ്ങോട്ട് വരത്തുമില്ല. അപ്പോൾ ആ ഒരു ചെറിയ കാരണം എനിക്ക് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനിയിപ്പോൾ അടുത്തൊരു ലെയറും കൂടി ഇടാനുള്ള ബ്ലോക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതാണ് പ്രശ്നം. നമുക്ക് ഒരു ലെയറും കൂടെ കല്ല് വെച്ചിട്ടാൽ നല്ലതാണെന്നുണ്ട്. അപ്പോൾ കാണാൻ ഭംഗി ഉണ്ടാവുമോ?
ഇല്ല മരം തന്നെ മതി. എന്താ വുഡ് തന്നെ മതി നമുക്ക് ഗൈസ്. ഇതിപ്പോൾ എന്തിനാ അവിടെ ഇട്ട്? ഞാനൊരു വുഡ് പിക്കാക്സ് ഉണ്ടാക്കിയിരുന്നു. അത് ഇത് മൈൻ ചെയ്ത് അതിൻ്റെ ഹെൽത്ത് മൊത്തം പോയി. ഇതിൻ്റെ ഹെൽത്ത് ചുമ്മാ കളയണമെന്ന് വെച്ചാൽ വലിയ ബിഗ് മൈനിങ് ഒക്കെ ആകുമ്പോഴാണ് ഇത് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇതങ്ങനെ അങ്ങ് വെച്ചാൽ ഇതവിടെ ഇരിക്കട്ട്. ഇനിയിപ്പോൾ നമുക്ക് വുഡ് കളക്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി നോക്കുവാണ്. എന്താ വെച്ചാൽ ഞാൻ വിചാരിച്ചു അടുത്ത പാർട്ടിനകത്ത് മറ്റേ പില്ലേഴ്സിനെ ഇതാക്കുന്ന ഒരു ഇതും കൊണ്ട് വരാമെന്ന്. സോ ഇവിടെ ഇപ്പോൾ അടിത്തറ ഇട്ടപ്പോൾ തന്നെ കുറച്ച് ലോങ്ങാണ്. ഞാൻ വലിച്ച് ചെറുതാക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ തന്നെ ഒരു 15 മിനിറ്റ് വീഡിയോ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനിയിപ്പോൾ ചെറുതാക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചാണ് ഉള്ളൂ. പക്ഷേ ഞാനത് വലിയ ലോങ് വീഡിയോട്ടാണ് എടുത്തേക്കുന്നത്. ഞാൻ ചെറുതാക്കിയിട്ടേ എടുത്തുള്ളൂ. അത് മാത്രമല്ല ഇതിൻ്റെ ഇപ്പോൾ സൈഡൊക്കെ ഇട്ട് വേറെ വീഡിയോ ഞാൻ നാളെ അപ്ലോഡ് ചെയ്യാം. ഇല്ലെങ്കിൽ ഇന്ന് രാത്രി പറ്റുമെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.